അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى واصطنعتك لنفسي اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى. قال لا تخافا إنني معكما أسمع وأرى. فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. إنا قد أوحي إلينا أن العذاب على من كذب وتولى. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മയൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ പ്രപഞ്ച സൃഷ്ടിയാവും അതിൻ്റെ നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ കൽപ്പനകൾക്ക്, അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട്
തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി, അത് ഗ്രഹിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ റബ്ബേ, വിജയിപ്പിക്കണമേ അള്ളാഹുവേ. നിൻ്റെ ഈ ദീനിൻ്റെ നിൻ്റെ വാക്യങ്ങളുടെ പഠനത്തിന് വേണ്ടി, ഖുർആൻ പഠനത്തിന് വേണ്ടിയിട്ട് സമയവും അതിനു വേണ്ടിയിട്ട് അധ്വാനങ്ങളും സാമ്പത്തികവും ശാരീരികവും ഒക്കെയായ പരിശ്രമങ്ങളും സാങ്കേതികമായ കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും, ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും ഉദ്യമങ്ങളെയും നീ സ്വീകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്ത് ത്വാഹയിലെ 39 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എടുത്തത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ, നിഅ്മത്തുകൾ എടുത്ത് പറയുന്നതാണ് ഏറ്റവും അവസാനം നമ്മളെത്തിയത്. മൂസാ നബിക്ക് അവിടെ വെച്ചിട്ട് തൂർ മലയിൽ വെച്ച്, തുവ താഴ്വരയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വഹി നൽകുന്നുണ്ട്. ആ വഹി നൽകിയതിന് ശേഷം അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിനക്ക് ഇതിനു മുമ്പും അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, വലഖദ് മനന്ന അലൈക മറത്തൻ ഉഖ്റ, മറ്റൊരു തവണ കൂടി നിനക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഓർമ്മിപ്പിച്ചത് ദൗഹൈന ഇല ഉമ്മിക മാ യൂഹ, നിൻ്റെ മാതാവിന് നാം വഹി നൽകിയ സന്ദർഭം എന്ന് പറഞ്ഞിട്ട് അനിഖ്ദിഫീഹി ഫിത്താബൂതി ഫഖ്ദിഫീഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവുല്ലി വ അദുവുല്ല വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചത്. മൂസ ജനിച്ച സന്ദർഭത്തിൽ ആ നാട്ടിൽ ഫിറഔൻ്റെ ഒരു നിയമം നടപ്പിലുണ്ടായിരുന്നു. ബനു ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നുള്ളതാണ്. അങ്ങനെ ആൺകുട്ടി ജനിക്കുന്ന സമയത്ത് കൊന്നുകളയുന്ന നേരത്താണ് മൂസ ജനിക്കുന്നത്. ബനു ഇസ്രായേലിൽ സ്വാഭാവികമായിട്ട് കൊല്ലപ്പെടേണ്ട ആളാണ്. പക്ഷേ അള്ളാഹു അതിൽ നിന്ന് രക്ഷിച്ചിട്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് കാണിച്ചിരിക്കുന്നത്. കുട്ടി പ്രസവിച്ച ഉടനെ മാതാവിന് അള്ളാഹു ഒരു ബോധനം നൽകുകയാണ്, ഇൽഹാം നൽകുകയാണ്. അതിലൂടെ പറയുകയാണ് അനിഖ്ദിഫീഹി ഫിത്താബൂത്ത്, ഒരു പെട്ടിയിലാക്കിയിട്ട് നീ അത് നദിയിൽ ഒഴുക്കുക. ആ നദി അതിനെ തീരത്ത് കൊണ്ടുപോയിടും. അവിടുന്ന് അദുവുല്ലി വ അദുവുല്ലഹു, എൻ്റെയും അവൻ്റെയും ശത്രു അതിനെടുത്തുകൊള്ളും എന്നൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭം ഓർക്കുക എന്ന് മൂസാ നബി ഓർമ്മിപ്പിക്കുകയാണ്. വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, എന്നിൽ നിന്നുള്ള വാത്സല്യത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെയാണ് നിന്നെ വളർത്തുക, അല്ലെങ്കിൽ നിൻ്റെ മേലിട്ടി തന്നിരിക്കുന്നു എൻ്റെ നിന്നുള്ള സ്നേഹം. വലിതുസ്നഅ അലാ ഐനി, എൻ്റെ കൺമുമ്പിലാണ് നീ വളർത്തപ്പെടുക, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ അള്ളാഹു പറഞ്ഞു. അതിന് തുടർച്ചയുള്ള ആയത്തുകളാണ്. ഇനിയും അള്ളാഹു ചില അനുഗ്രഹങ്ങൾ കൂടി മൂസായെ ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലുഹു فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. ഇത് തംഷി ഉഖ്തുക 40-ാമത്തെ ആയത്താണ്. ഇത് തംഷി ഉഖ്തുക. അങ്ങനെ മൂസാ നബിയെ പെട്ടിയിലാക്കി ആ നദിയിൽ ഒഴുക്കി. നദി അത് കൊണ്ടുപോയിട്ട് കരക്കിടും. അങ്ങനെ ഇടുന്ന സമയത്ത് അവിടുന്ന് ശത്രു എടുക്കുക. അള്ളാഹു പ്ലാൻ ചെയ്തതാണ്. നമ്മൾ പലതും പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്തതല്ല നടക്കുക. നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷെ അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നവൻ. അള്ളാഹുവിൻ്റെ പ്ലാനിന് അനുസൃതമായിട്ടേ നമ്മുടെ പ്ലാൻ നടക്കുള്ളൂ. നമ്മുടെ പ്ലാന് അനുസരിച്ച് അള്ളാഹു പ്ലാൻ ഉണ്ടാക്കിക്കൊള്ളുന്നില്ല. അപ്പോൾ ചില സമയത്ത് അതുകൊണ്ടാണ് നമ്മുടെ പ്ലാനുകളൊക്കെ തെറ്റി നമ്മൾ പറയാറുള്ളത്. ചിലപ്പോൾ അത് നേരെയാവും, ചിലപ്പോൾ തെറ്റും. ഇവിടെ അള്ളാഹു തന്നെ നേർക്ക് നേരെ എങ്ങനെയാണ് ഈ ഒരു പ്രവാചകനെ, മൂസാ നബിയെ എന്ന് പറയുന്ന പ്രവാചകനെ കൊണ്ടുവരേണ്ടത്, വളരെ കൃത്യമായിട്ട് പ്ലാൻഡാണത്. അതങ്ങനെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ പെട്ടിയിലാക്കി ഒഴുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ് ഇത് തംഷി ഉഖ്തുക ഫതഖൂൽ ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു. ഇത് തംഷി ഉഖ്തുക. ഉഖ്ത് എന്ന് പറഞ്ഞ സഹോദരിയാണ്.
ഉഖ്തുക നിന്റെ സഹോദരി, മൂസാ നബിയോട് അള്ളാഹു സംഭാഷണം നടത്തുകയാണല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തംഷി ഉഖ്തുക നിന്റെ സഹോദരി നടന്നുപോയ സന്ദർഭം. മഷായംഷി നടക്കുക എന്നർത്ഥം. ഇത് തംഷി ഉഖ്തുക നിന്റെ സഹോദരി നടന്നുപോയ സന്ദർഭം. ഫതഖൂൽ എന്നിട്ട് അവൾ പറയുകയും ചെയ്തു, ഹൽ അതുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അതുല്ലുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു, ദല്ല എന്നുള്ള വാക്കുന്നാണ്. അതുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ആരെ പറ്റിയിട്ട്? അലാമൻ യക്ഫുലുഹു ഇവനെ ഏറ്റെടുക്കുന്ന, ഇവൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന. കഫയിൽ എന്ന് യക്ഫുലു, കഫല എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക എന്നർത്ഥം. ഇവൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു കൂട്ടരെ ഞാൻ, അല്ലെങ്കിൽ ഒരാളെ ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് അവൾ ചോദിക്കുകയും ചെയ്തു. എന്താണ് തൊട്ട് മുന്നിലുള്ളത്? അതിൻ്റെ മുന്നേ പറഞ്ഞ ആയത്തിൽ ഇദ്ദേഹത്തെ പെട്ടിയിലാക്കിയിട്ട് ആ നദിയിൽ ഒഴുകണമെന്നാണ്. അങ്ങനെ നൈൽ നദിയിൽ ഒഴുക്കുകയാണ്. ഒഴുക്കുന്ന സമയത്ത് പെറ്റ ഉമ്മയാണല്ലോ പെട്ടിയിലാക്കി ഒഴുക്കുന്നത്, വേണ്ടാത്തതുകൊണ്ട് ഒഴുക്കിയല്ലത്. സാധാരണ ഇതിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചില മാതാക്കൾക്ക് യാതൊരു താല്പര്യമില്ലാതെ കുട്ടികൾ എറിഞ്ഞു ഓടിക്കുക, അല്ലെങ്കിൽ വേറെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ടുപോയി ഇടുക, അല്ലെങ്കിൽ വേറെ പാക്കറ്റിലാക്കി ഉപേക്ഷിക്കുകയോ ചെയ്യാറുണ്ട്. അതല്ല ഇത്. തൻ്റെ കരളിൻ്റെ കഷ്ടത്തെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒഴുക്കുക. അങ്ങനെ ഒഴുക്കുമ്പോൾ എന്നിട്ട് പോലും മൂസാ നബിയുടെ ഉമ്മക്ക് ഭയങ്കരമായ പ്രയാസമുണ്ട്. സൂറത്തുൽ ഖസസിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7 മുതൽ 10, 13 വരെയുള്ള ആയത്തുകൾ അത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഉമ്മി മൂസ ഫാരിഖ, മൂസയുടെ ഉമ്മയുടെ ഹൃദയം ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്, പരിഭ്രാന്തി ആവുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്തു പറയും, ഉമ്മ തൻ്റെ പെങ്ങളോട് പറയണം എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ സഹോദരിയോട്, മൂത്ത സഹോദരിയോട് പറയും, നീ ഒന്ന് പോയി നോക്കണം. ഖുസ്സീഹി സൂറത്തുൽ ഖസസിൽ കാണാം. നീ അതിനെ പിന്തുടരുക, ചെന്നു നോക്കുക. അവരാരും അറിയാത്ത രൂപത്തിൽ ചെന്നു നോക്കാനാണ്. അങ്ങനെ ഇത് എവിടേക്കാണ് ഈ പെട്ടി പോകുന്നത്, ആരാണ് എടുക്കുന്നത്, അതിന് നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. അതിനെ സംബന്ധിച്ച് പറയും, ഇത് തംഷി ഉഖ്തുക നിന്റെ സഹോദരി നടന്ന് അടുത്തല്ലോ. എന്നിട്ടോ ഫതഖൂൽ അവൾ പറഞ്ഞു, ഹൽ അതുല്ലുക്കും അലാ മൻ യക്ഫുലുഹു. ഇത് മറ്റൊരു സന്ദർഭം, അത് വളരെ വിശദമായിട്ട് ഇങ്ങനെ ഇവിടെ പറയല്ല. സൂറത്തുൽ ഖസസിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഫതഖൂൽ എന്നിട്ട് അവൾ പറഞ്ഞു, ഹൽ അതുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, അലാ മൻ യക്ഫുലുഹു അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന. ഇത് ആരോടാ പറഞ്ഞത്, ആരോടാണെന്ന് ഇവിടെ കൃത്യമല്ല. പക്ഷേ അത് ഈ സഹോദരി അത് പറഞ്ഞത് കൊട്ടാരവാസികളോടാണ്, അവിടുത്തെ രാജ്ഞിയോടാണ്. വെച്ചാൽ അവർ ഈ കുട്ടിയെ കിട്ടി, ചെറിയ കുട്ടിയാണല്ലോ, 3 മാസം. അങ്ങനെ കുട്ടിയെ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്ഞിക്ക് വലിയ താല്പര്യം തോന്നി. ഖുറത്തു ഐനില്ലി വലക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതെനിക്ക് കൺകുളിർമയാണ്, താങ്കൾക്കും അങ്ങനെ ആയിത്തീരും, നമുക്കിതിനെ പോറ്റി വളർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ചിരിക്കുക. അങ്ങനെ പോറ്റി വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൈക്കുഞ്ഞിനെ പരിചരിക്കാൻ ആൾ വേണം, മുലപ്പാൽ കൊടുക്കണം, പരിചരിക്കണം. അതിന് പലരെയും ഇവർ പരിശ്രമിച്ചു. ഈ കുഞ്ഞിനെ മുലയൂട്ടി പരിചരിക്കാൻ പറ്റുന്ന സ്ത്രീ പലരും മുന്നോട്ട് വന്നു. കാരണം രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള ഒരു കുട്ടിക്ക് മുലയൂട്ടാനുള്ള അവസരം കിട്ടിയാൽ വലിയ പാരിതോഷികങ്ങൾ കിട്ടും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ജനിച്ച ഉടനെ അന്നൊക്കെ അവിടെയുള്ള ഒരു സമ്പ്രദായമുണ്ട്, മറ്റ് ആളുകളെ ഏൽപ്പിക്കും. അങ്ങനെ റസൂലിൻ്റെ സംരക്ഷണം ഹലീമ ബീവി നമുക്കറിയാം, അവരെ ഏൽപ്പിച്ചിരിക്കുക. എന്നുവെച്ചാൽ ആ പ്രായത്തിൽ എടുത്ത് വളർത്തി അവരെ മുലയൂട്ടി വളർത്താൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്ന സ്ത്രീകളൊക്കെ വേറെ ആളുകളുണ്ട് അവിടെ ഈജിപ്തിൽ. അവർ പലരും ശ്രമിച്ചു ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ വേണ്ടി. കാരണം കിട്ടിയാൽ വലിയൊരു കിട്ടില്ല, നല്ല പാരിതോഷികങ്ങൾ കിട്ടും. പക്ഷേ ഒരൊറ്റ ഉമ്മയുടെയും മുല കുടിക്കാൻ ഇവർ സന്നദ്ധയായില്ല. മൂസാ നബി ഹറംന അലൈഹിൽ മറാദി, അള്ളാഹു സൂറത്തുൽ ഖസസിൽ പറയുന്നുണ്ട്, മുഴുവൻ മാറിടങ്ങളും ഇദ്ദേഹത്തിന് നാം നിരോധിച്ചിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഒന്നും കുടിച്ചില്ല. അങ്ങനെ ആകെ വെപ്രാളം കൊണ്ട് കരയാണ് കുഞ്ഞ്. ആളുകളൊക്കെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക, ആരാണ് ഈ കുട്ടിയെ അങ്ങനെ പരിചരിക്കാൻ, എന്താ ചെയ്യുക, ആരെങ്കിലും ഉണ്ടോ? ഉടനെ ഈ പെൺകുട്ടി സഹോദരി ചെല്ലുകയാണ്. അവിടെയാണ് ഫതഖൂൽ, അപ്പോൾ അവൾ പറയുന്നു, ഹൽ അതുല്ലുക്കും അലാ മൻ യക്ഫുലുഹു, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, അലാ മൻ യക്ഫുലുഹു ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന ഒരാളുണ്ട്, ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ, ബാക്കിയൊന്നും അവിടെ പറയുന്നില്ല. അങ്ങനെ വേഗം ആളെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഉമ്മയും കൂട്ടിയിട്ട് അവിടെ എത്തുന്നു. അവരെ കണ്ടപാടെ തന്നെ, മകനല്ലേ, സ്വന്തം ചോര അല്ലേ, വളരെ ആവേശത്തോടു കൂടി കുട്ടി ആ മാറിടത്തിലേക്ക് വീഴുകയും അങ്ങനെ ഉമ്മയുടെ സ്വന്തമായി മാറുന്നു. എന്നിട്ട് അവിടുന്ന് ഇവർ കുട്ടിയെ വിട്ടുകൊടുക്കുക, മൂസാ നബിയെ കൊടുത്തിട്ട് പോറ്റി വളർത്തി സമയമാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മതി. എവിടേക്കാണ് വളരുന്നത് നോക്ക്. ഫറജഅനാക, അങ്ങനെ അപ്പോൾ റജ എന്ന് പറഞ്ഞാൽ മടക്കി,
റജഅനാക താങ്കളെ നാം മടക്കി, ഇലാ ഉമ്മിക് നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ, ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ, എന്തിനാ? കൈ തഖറ ഐനുഹ അവളുടെ കൺകുളിർക്കാൻ. ഖുർറത്തുൽ ഐൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയാണ്. കൈ തഖറ ഐനുഹ അവളുടെ കൺകുളിർക്കാൻ, വല തഹ്സൻ അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ മൂസയുടെ ഉമ്മ ഏറെ പ്രയാസത്തിലാണ്. കുഞ്ഞിനെ ഇങ്ങനെ ഇവർ നശിപ്പിക്കുന്നുള്ള ബേജാറിലാണ് ആദ്യം ഉണ്ടായിരുന്നത്, കൊന്നുകളയും. ആ ബേജാറ് മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു ഇതിനെ പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കി കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒഴുക്കിയപ്പോൾ പിന്നെയും ബേജാറ് എവിടെ എത്തും എന്താവും അറിയില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് സഹോദരി അയക്കുകയാണ്. അങ്ങനെ സഹോദരി അയച്ചു. ആ സഹോദരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, കൊട്ടാരവാസികളോട് പറഞ്ഞു. കറക്റ്റ് ഉമ്മയുടെ കൈകളിൽ തന്നെ കുട്ടി തിരിച്ചെത്തുകയാണ്. ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ വല തഹ്സൻ. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായ ആസൂത്രമാണ് അള്ളാഹു നടത്തുന്നത്. അങ്ങനെ ഉമ്മയുടെ മടിത്തട്ടിൽ തന്നെ ഈ കുട്ടി കഴിയുന്നു എന്ന് മാത്രമല്ല, അതിന് പൈസയും കൊടുക്കുക. സ്വന്തം മകനെ പോറ്റുന്നതിന് രാജാവിൻ്റെ അടുത്ത് നല്ല പൈസയും പാരിതോഷികവും കിട്ടും. അങ്ങനെ പൈസ കിട്ടുകയും ചെയ്തു, മകനെ കിട്ടുകയും ചെയ്തു, രണ്ടും. കൈ തഖറ ഐനുഹ വല തഹ്സൻ വഖതൽത നഫ്സൻ ഫനജൈനാക മിനൽ ഗം വഫതന്നാക ഫുതൂന. അപ്പോൾ ഒരു അനുഗ്രഹം ഇവിടെ ഓർമ്മിപ്പിച്ചതാ. ഇത് തംഷി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലു ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹ വല തഹ്സൻ. കുറേ അനുഗ്രഹങ്ങൾ മൂസാ നബി ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ എന്ന്. അതിലാദ്യം പറഞ്ഞത്, ആ നിന്നെ എല്ലാവരും വധിക്കപ്പെടുന്ന കാലത്ത്, ആൺകുട്ടികൾ എല്ലാവരും കൊല്ലപ്പെടുന്ന നേരത്ത് നിന്നെ സംരക്ഷിച്ച് പ്രത്യേകമായി ഒരു പെട്ടിയിൽ ഇങ്ങനെ നദിയിലൂടെ ഒഴുക്കി വളരെ സവിശേഷമായ രൂപത്തിൽ നിന്നെ സംരക്ഷിച്ചു. നിന്നെ സംരക്ഷിക്കാൻ നിന്റെ സ്വന്തം മാതാവിൻ്റെ അടുത്ത് നീ എത്തി. സ്വന്തം മാതാവിൻ്റെ മടിത്തട്ടിൽ വളർന്നു. എന്നിട്ടോ അങ്ങനെ തിരിച്ച് ഇവിടേക്ക് എത്തി. എന്നിട്ട് അതിന് ശേഷമുള്ള കുറേ കാലത്തിന് ശേഷമുള്ള മറ്റൊരു സംഭവത്തിലേക്ക് കൊടുക്കുന്നു. അടുത്ത സൂചന, വഖതൽത നഫ്സൻ ഫനജൈനാക മിനൽ ഗം വഫതന്നാക ഫുതൂന. അടുത്ത പോയിന്റ്. അങ്ങനെ നീ കൊട്ടാരത്തിൽ തിരിച്ചേൽപ്പിച്ചുവരെ കുറച്ച് കാലമാണ് പരിചരിക്കുക. അപ്പോൾ നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറുപ്പത്തിൽ ഹലീമ ബീവി ഏറ്റെടുത്ത് സംരക്ഷിച്ച് കുറച്ച് പ്രായമായപ്പോൾ ഇങ്ങോട്ട് കൊടുക്കും. അതേപോലെ ഈ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു. പിന്നെ ബാക്കി കൊട്ടാരത്തിലാണ് മൂസ വളരുന്നത്. അത്ര വളരുമ്പോഴേക്ക് നേരത്തെ ഉമ്മയുടെ അവിടെ നിന്നുകൊണ്ട് സ്വന്തം സമുദായത്തിൻ്റെ സ്വത്വം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തൻ്റെ സമുദായം അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒക്കെ അദ്ദേഹം നേർക്കുനേരെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു കാലം കൊണ്ട്. അങ്ങനെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം കൊട്ടാരത്തിൻ്റെ സംരക്ഷണയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ അവിടെ കണ്ട ഒരു കാഴ്ചയിൽ എന്താ സംഭവിച്ചു നോക്ക്. വഖതൽത നഫ്സൻ ഫനജൈനാക മിനൽ ഗം വഫതന്നാക ഫുതൂന. സൂറത്തുൽ ഖസസിൽ കുറച്ചുകൂടി പറയുന്നുണ്ടത്. വഖതൽത നഫ്സൻ, ഇവിടെ ജസ്റ്റ് സൂചനകൾ മാത്രം പറയുന്നത്. വഖതൽത നഫ്സൻ, അങ്ങനെ നീ കൊന്നു. ഖതൽത നഫ്സൻ, ഒരു ആത്മാവിനെ, ഒരു മനുഷ്യനെ കൊന്നു. ഫനജൈനാക, അപ്പോൾ നജൈനാക നാം നിന്നെ രക്ഷപ്പെടുത്തി. മിനൽ ഗം, ഗം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. കടുത്ത ദുഃഖത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് നാം താങ്കളെ രക്ഷിച്ചു. വഫതന്നാക ഫുതൂന, പലതരത്തിൽപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നാം നിന്നെ വിധേയനാക്കി. ആദ്യത്തെ പറഞ്ഞു അല്ലേ, കുട്ടി വധിക്കപ്പെടുന്ന സമയത്ത് സുരക്ഷിതനായിട്ട് ഇദ്ദേഹത്തെ ഉമ്മയുടെ മടിത്തട്ടിൽ തന്നെ അള്ളാഹു വളർത്തി. വലിയ നിയമത്ത. ഇനി പറയുന്നത്, നിന്നെ അങ്ങനെ വളർന്ന് അതിന് ശേഷം കൊട്ടാരത്തിൽ ഏൽപ്പിച്ചു. കൊട്ടാരത്തിൽ നിന്ന് വളർന്ന് നല്ല യുവാവായ സമയത്ത് അദ്ദേഹം ഒരു കൊലപാതകം നടത്തേണ്ടി വരികയാണ്. അബദ്ധത്തിൽ സംഭവിക്കുക, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. സൂറത്തുൽ ഖസസിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുകയാണ്, പട്ടണത്തിലേക്ക് ഇറങ്ങുന്നു. എന്താ കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ സമുദായത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം, എൻ്റെ സമുദായം ഭയങ്കരമായിട്ട് ഇവിടെ മർദ്ദിക്കപ്പെടുന്നുണ്ട്, പ്രയാസങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെയാണ് തൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരുത്തനെ, ഒരു കിബ്തിയും തമ്മിൽ ഭയങ്കര അടിപിടി നടക്കുന്നുണ്ട്. കിബ്തി ഇയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോപ്റ്റിക് വംശം, ഫിറൗൻ്റെ വംശമാണ് കിബ്തി എന്ന് പറയുന്നത്. ആ ഫിറൗൻ്റെ വംശത്തിൽപ്പെട്ട ആൾ മൂസാ നബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ മർദ്ദിക്കുന്നു. ഇയാൾ സഹായം അഭ്യർത്ഥിച്ചു. മൂസ ഒന്ന് സഹായിക്ക്, ഇന്ന ഇയാൾ ഇതാ കൊല്ലാൻ പോവാണ്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. മൂസാ നബിയോട് ചെന്നിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന കിബ്തി ഒരൊറ്റ അടിയോട് കൊടുത്തു. ഒരടി അടിച്ചിട്ടേ ഉള്ളൂ. ഒരടി അടിച്ചപ്പോൾ പിന്നെ ആൾ കഥ കഴിഞ്ഞു. ഒറ്റയടിക്ക്. ഒരിക്കലും ഇദ്ദേഹം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, മറിച്ച് ഒരടിക്ക് ആൾ പണി കഴിഞ്ഞു, ആൾ മരണപ്പെട്ടു. അപ്പോൾ ഇത് പിന്നെ മൂസാ നബിക്ക് വലിയ ഖേദം തോന്നി.
എന്ത് പണിയാ പടച്ചറബ് എനിക്ക് എന്തെല്ലാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് തന്നെ ഇയാൾ കൊല്ലപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പക്ഷേ ഇതാരും അറിഞ്ഞിരുന്നില്ല. അത് ചരിത്രം വീണ്ടും പറയുന്നു ഖുർആൻ. പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അദ്ദേഹം ഇറങ്ങിയ സമയത്ത് ഈ തലേ ദിവസം സഹായം അഭ്യർത്ഥിച്ച അതേ ബനു ഇസ്രായേൽ വംശത്തിൽപ്പെട്ട മൂസാ നബിയുടെ വംശത്തിൽപ്പെട്ട അതേ ആൾ വീണ്ടും സഹായം അഭ്യർത്ഥിക്കുക, വേറൊരാളായിട്ട് അടികൂടുക. അപ്പോൾ മൂസാ നബി ഒന്ന് എനിക്ക് ഇതിനെ പണി എല്ലാ ദിവസവും, ഇന്നലെ അടികൂടി ഇവൻ്റെ നേരെ ചെന്ന സമയത്ത് ഇവനെ ഉറക്കെ പറയണം, ഇന്നലെ മറ്റേ ആളെ കൊന്ന ആളെമാർ ഇന്നെ കൊല്ലാൻ വരില്ലേന്ന്. അപ്പോഴാണ് ഇത് ലോകം അറിയുന്നത്, ആളുകൾ അറിയാൻ തുടങ്ങി. അതിനുശേഷം മൂസാ നബിയെ കൊലയാളിയായിട്ട് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയും അദ്ദേഹത്തെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴേക്ക് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്, വഖതൽത നഫ്സൻ, അങ്ങനെ താങ്കൾ ഒരു മനുഷ്യനെ കൊന്നല്ലോ. ഫനജൈനാക മിനൽ ഗം, ആ ദുഃഖത്തിൽ നിന്ന്, അതിൻ്റെ പ്രയാസത്തിൽ നിന്ന്, അതിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് താങ്കളെ നാം രക്ഷപ്പെടുത്തി. വഫതന്നാക ഫുതൂന, പലതരത്തിൽപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നാം വിധേയനാക്കി. പിന്നീട് അദ്ദേഹം എവിടുന്നാണ് പോകുന്നത്? അതാണ് പരീക്ഷണങ്ങൾ. അവിടുന്ന് പോവുക, കൊലപാതകത്തിൽ അവിടുന്ന് പിടിക്കപ്പെടുന്ന കണ്ടപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഒളിച്ചോടുക. അദ്ദേഹം പോകുന്നത് മദിയനിലേക്കാണ്. അങ്ങനെ മദിയനിൽ പോയിട്ട് അവിടെ കുറേ കഥകൾ സൂറത്തുൽ ഖസസിൽ കുറച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ പോയി കണ്ടിരിക്കുന്ന സമയത്ത് വെള്ളമെടുക്കാൻ വേണ്ടി വന്ന കുറേ ആളുകൾ, അവർക്കിടയിൽ നിന്ന് മാറി നിൽക്കുന്ന 2 സ്ത്രീകൾ, കുറേ ആളുകൾ വെള്ളം എടുത്ത് പോകുന്നുണ്ട്. ഇവരിങ്ങനെ മാറി നിൽക്കുക, എന്താ നിങ്ങൾ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളം എടുക്കണേ കുറേ കഴിയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കോരി കൊടുക്കുകയും അങ്ങനെ അവരെ പോവുകയും ചെയ്ത് പിന്നീട് അവർ തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. സൂറത്തുൽ ഖസസിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കുകയും അദ്ദേഹം അഭയം കൊടുക്കുകയും ചെയ്ത്. അതാരാണ് ആ വ്യക്തി എന്ന് അവിടെ പറയുന്നില്ല, പക്ഷേ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ് അത് എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇദ്ദേഹം 8 അല്ലെങ്കിൽ 10 വർഷം, അങ്ങനെ തന്നെ പറയുന്നു, ഒന്നുകിൽ 8 നിങ്ങൾ 10 ആക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുക ഇടയനായിട്ട്. കൊട്ടാരത്തിൽ നിന്ന് പോകുന്ന ആളാണ് കേട്ടോ, ആടിനെ നോക്കാൻ. കൊട്ടാരത്തിലാണ് ഇതുവരെ താമസിച്ചത്. അദ്ദേഹം ഇതാ ഇടയനായിട്ട് ഷുഐബ് നബിക്ക് വേലക്കാരനായിട്ട് അവിടെ ജോലി ചെയ്യുക. എന്നിട്ട് അവിടുന്ന് അതിന് ശേഷം അദ്ദേഹം തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയും അവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്യുന്ന സമയത്താണ് വിവാഹം കിട്ടുന്നത്. നോക്ക്, ഖതൽത നഫ്സൻ ഫനജൈനാക മിനൽ ഗം വഫതന്നാക ഫുതൂന, പലതരത്തിൽപ്പെട്ട പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. ഫലബിസ്ത സിനീന ഫീ അഹ്ലി മദിയൻ, അങ്ങനെ നീ താമസിച്ചു. ലബിസ, നീ താമസിച്ചു. സിനീൻ, വർഷങ്ങളോളം. അതാണ് 8, 9, 10 വർഷം എന്നൊക്കെ പറയുന്നത്. ഫി അഹ്ലി മദിയൻ, മദിയൻകാരുടെ അടുത്ത്, മദിയൻകാരുടെ കൂടെ താമസിച്ചു. സുമ്മ ജിഅത അലാ ഖദരി യാ മൂസ, അങ്ങനെ പിന്നെ ഇതാ ആ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ നിശ്ചയം അനുസരിച്ച് നീ ഇവിടെ വന്നിരിക്കുന്നു. നിശ്ചയം, ഖദർ എന്ന് പറഞ്ഞ നിശ്ചയം, ഖദർ അനുസരിച്ച് നീ ഇതാ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നല്ലോ. എപ്പോഴാണ് ഈ വഹിയൊക്കെ കൊടുക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? മൂസാ നബി മദിയനിൽ നിന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് പോകുമ്പോഴാണ് തുവാ താഴ്വര കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഓരോ സംഭവങ്ങൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുക, ഫ്ലാഷ് ബാക്ക്, നേരത്തെ കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. മറക്കരുത് മൂസ, ഇന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിക്കുക. കാരണം വലിയൊരു ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ പോവുക. ഇനി അത് പറയാം, ആ ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യത്തിന് വേണ്ടിയിട്ട് കരുത്ത് പകരാൻ പല തരത്തിൽപ്പെട്ട അള്ളാഹു അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇയാളെ ശരിക്ക് വാർത്തെടുക്കുക. ഇതെന്ന് തുടങ്ങിയാണെന്നാണ് പറയുന്നത്. ഈ വാർത്തെടുക്കുക ഫിറൗൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകുന്നതാണ്, വിടുകയല്ല. അതിൻ്റെ ആദ്യ കുട്ടിയുടെ ജനനം മുതൽ അള്ളാഹു പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയിട്ട് സന്നദ്ധനാക്കുകയാണ്. അതാണ് അള്ളാഹു വീണ്ടും പറയുന്നു. നോക്ക്, സുമ്മ ജിഅത അലാ ഖദരി യാ മൂസ വസ്തനഅതുക ലിനഫ്സി. എടാ, വസ്തനഅതുക ലിനഫ്സി, സ്വന എന്ന് പറഞ്ഞാൽ ശരിക്ക് നിർമ്മിക്കുക എന്നാ, ഉണ്ടാക്കുക. വസ്തനഅതുക ലിനഫ്സി, എനിക്ക് വേണ്ടി ഞാൻ നിന്നെ വളർത്തുകയാണ് ചെയ്തത്. ഇസ്തനഅതുക, ഞാൻ നിന്നെ വളർത്തി അല്ലെങ്കിൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, രണ്ടും പറയാം. ലിനഫ്സി, എനിക്ക് വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കേട്ടോ, അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നാൾ മുതൽ, നിന്റെ ജനനം മുതൽ തന്നെ പ്രത്യേകമായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വസ്തനഅതുക ലിനഫ്സി. അതുകൊണ്ട് പറയാണ്, ഇദ്ഹബ് അൻത വ അഖൂക ബി ആയാതി വലാ തനിയ ഫീ ദിക്രി. ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇദ്ഹബ്, അല്ലേ? അപ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹത്തോട് പറയുന്നു, ഇദ്ഹബ് അൻത വ അഖൂക്, നീ നിന്റെ സഹോദരനും പോവുക. ബി ആയാത്തി, എൻ്റെ ആയത്തുകളുമായിട്ടാണ് പോകേണ്ടത്, എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് പോകേണ്ടത്.
ആയത്തുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത ഈ ദൃഷ്ടാന്തങ്ങൾ കുറേ ആയത്തുകളുണ്ട്. ഖുർആനിലുള്ള ആയത്തുകളൊക്കെ അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ നമുക്ക് എത്തിച്ചു തന്നാണല്ലോ. അതുപോലെ ഇദ്ദേഹത്തിന് കുറച്ച് ബോധനം കൊടുത്തിട്ട് അതൊക്കെ ആയത്താണ്. അത് മാത്രമല്ല, നേരത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിൻ്റെ ആയത്ത് നമ്മൾ കണ്ടു അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി ഒരു ആയത്താണ്. ഇങ്ങനെ കുറേ ആയത്തുകളുണ്ട്. എൻ്റെ ആയത്തുകളുമായിട്ട് പോവുക. ഇത് ഹബ് അൻത വ അഖൂക, നീയും നിൻ്റെ സഹോദരനും പോവുക. ബി ആയാത്തി, എൻ്റെ ഈ ആയത്തുകളുമായിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വല തനിയ ഫീ ദിക്രി. വല തനിയ, വന എന്നുള്ള വാക്കെന്നാണ് വരുന്നത്. തനിയ, നിങ്ങൾ കുറവ് വരുത്തരുത്, അമാന്തിക്കരുത്. എന്തില്? ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ, എന്നോടുള്ള സ്മരണയിൽ, എന്നെ ദിക്ർ ചെയ്യുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല, കുറവ് വരുത്തരുത്, അമാന്തിക്കരുത്, അതിൽ മെല്ലെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞേക്കുകയാണ്. ഫിറൗൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. പറഞ്ഞേക്ക് വളരെ പ്രധാനമായിട്ടും വേണ്ടത്, എന്നെ സംബന്ധിച്ചുള്ള ദിക്ർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പടച്ചറബിനെ ഓർത്തുകൊണ്ടേ, പടച്ചറബിനെ ദിക്ർ മറന്നുകൊണ്ടുള്ള ഒരു പോക്ക് പോകണ്ട. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, എന്നെ ഓർത്തുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ പോകണം. വല തനിയ ഫീ ദിക്രി, എന്നെ ഓർക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. എന്നിട്ട് ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, 43-ാമത്തെ ആയത്തിൽ പിന്നെ രണ്ടാളോടാണ് പറഞ്ഞത്. ഇവിടെ ഇതുവരെ പറഞ്ഞത് ഒക്കെ ഒരാളോടാണ് സംസാരിച്ചത് അല്ലേ? അത് മൂസാ നബിയോടാണ്. ഇനി പറയുന്നത് ഇദ്ഹബാന, നിങ്ങൾ രണ്ടുപേരും പോവുക. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒരു പക്ഷേ മൂസാ നബിക്കുള്ള നേർക്കുനേരെയുള്ള ബോധനം ഇവിടെ അവസാനിച്ചു, തുവാ താഴ്വരയിലുള്ള. അതിനുശേഷം മൂസാ നബി ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടാവും. അവിടുന്ന് ഹാറൂനുമായി കണ്ടുമുട്ടിയിട്ടുണ്ടാവും. ഹാറൂനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരോടും കൂടി അള്ളാഹു വീണ്ടും കൽപ്പിക്കുന്നു, ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, രണ്ടുപേരും ഫിറഔന്റെ അടുത്തേക്ക് പോവുക. ഇന്നഹു തഗാ, അവൻ അതിക്രമകാരിയായിരിക്കുന്നു, പരിധി വിട്ടിരിക്കുന്നു. ഫഖൂലാ ലഹു, എന്നിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് രണ്ടുപേരും അവനോട് പറയണം. ഫഖൂലാ ലഹു, ഖൂല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പറയുക. കുൽ എന്ന് പറഞ്ഞാൽ മതി ഒരാളാണെങ്കിൽ. ഖൂല, നിങ്ങൾ രണ്ടുപേരും പറയുക. ലഹു, അവനോട്, ഫിറൗനോട്. എന്ത്, എങ്ങനെയാണ് പറയേണ്ടത്? ഖൗലൽ ലയ്യിന, ഖൗലൽ ലയ്യിന. ലയ്യിന, ലീൻ എന്ന് പറഞ്ഞാൽ ലോലമായ, വളരെ മൃദുവായ രൂപത്തിൽ നിങ്ങൾ അവനോട് സംസാരിക്കുക. ഖൗലൽ ലയ്യിന, എന്നിട്ടോ ജെന്റിലായിട്ടുള്ള. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, വളരെ സൗമ്യമായിട്ട് അവനോട് സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു, അങ്ങനെയാണെങ്കിൽ അവൻ ഒരുപക്ഷെ ഉത്ബോധനം ഉൾക്കൊണ്ടേക്കാം, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ ഉൾക്കൊണ്ടേക്കാം. ഔ യഖ്ഷ, അതല്ലെങ്കിൽ അവൻ ഭയപ്പെട്ട് ജീവിച്ചേക്കാം. എന്താ പറഞ്ഞു നോക്ക്. ആദ്യം പറഞ്ഞത് ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫിറൗന്റെ അടുത്തേക്ക് പോവുക, അവൻ അതിക്രമകാരിയാണ്. എന്നിട്ട് മൂസാ നബിയോടും ഹാറൂനോടും അള്ളാഹു പറയാണ്, ഫഖൂലാ ലഹു ഖൗലൽ ലയ്യിന, അതിക്രമകാരിയായ, അന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായ സ്വേച്ഛാധിപതിയായ ആള് അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? ഖൗലൽ ലയ്യിന, ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത്, വളരെ സൗമ്യമായി സംസാരിക്കുക. ഖൗലൽ ലയ്യിന. എന്നിട്ടോ മാത്രം എന്താ കാരണം? ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. നോക്ക്, ഒരു സംഗതി പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ, പ്രബോധകനായ ആള് ഒരാളോട്, കുരുത്തം കെട്ടൊരുത്തനോട് സംസാരിക്കാന്ന് വിചാരിക്കുക, വളരെ വൃത്തികെട്ടൊരുത്തനാണ്. നമ്മൾ വിചാരിക്കുന്ന ചങ്ങായി ഏതായാലും നന്നാവില്ല എന്നല്ലേ? പടച്ചോൻ പറയാം അങ്ങനല്ല. അള്ളാഹു തന്നെ ആദ്യം പറഞ്ഞിട്ട് തുക അതിരിവിട്ടൊരുത്തൻ്റെ പോണത്. പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ. ഇങ്ങനെ പറയേണ്ടത് ലഅല്ലഹു യതദക്കറു. അള്ളാഹുവിനെ അറിയാത്തതുകൊണ്ടല്ല, ഈ പോകുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. പ്രതീക്ഷയോടുകൂടിയാ സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു, അവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. തദക്കറ എന്നാൽ ഉത്ബോധനം ഉൾക്കൊള്ളുക എന്നൊക്കെ പറയാം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അയാൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയോ, ഔ യഖ്ഷ, അതല്ലെങ്കിൽ ഭയപ്പെടുകയോ ചെയ്തു. എന്നുവെച്ചാൽ ഒരാൾ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ദീനിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് അയാൾ പെരുമാറുക, ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരിക, അത് യതദക്കറു എന്ന് പറയാം. യഖ്ഷ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തോർത്തിട്ട്, പാരത്രികമായ ശിക്ഷകളെ ഓർത്തിട്ട് ഇയാൾ ദീനിലേക്ക് വരിക, നന്മകളിലേക്ക് വരിക. രണ്ട് സംഗതിയാവാം. ഈ രണ്ട് സംഗതിയും സംഭവിച്ചേക്കാം എന്ന് പറയാം. അള്ളാഹുവിന് ശരിക്കറിയാം എന്താ സംഭവിക്കുകയെന്ന്. പടച്ചറബ് ഫിറോവിനെ പറ്റിയിട്ട് അറിയാം, എല്ലാ മനുഷ്യരെ പറ്റി അറിയാം. കാരണം അള്ളാഹുവിന് ഈ ഭാവി, ഭൂതം, വർത്തമാനമൊക്കെ നമുക്കുള്ളത്. പടച്ചറബിന് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയുന്നവനാണ്. അവനിൽ അങ്ങനെ ഭാവിൻ്റെ പ്രശ്നമോ ഭൂതത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ സ്ഥിരപ്പെടേണ്ടതുണ്ട്.
ഫിറൗൻ നന്നാവില്ല, പിന്നെ എന്തിനാ അവരെ അങ്ങോട്ട് പറഞ്ഞേക്കണത്? അങ്ങനല്ല, ബോധ്യപ്പെടണം. ആളുകൾക്ക് പറയാലോ, ആ ഫിറൗന് നന്നാവുമല്ലേ, നിങ്ങൾ പോയി നോക്കിയില്ലല്ലോ, അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ന്യായം ഉണ്ടാവരുത്. അവിടെയും പോകണം. പോവാന്ന് മാത്രമല്ല, മാന്യമായിട്ട് സൗമ്യതയോടുകൂടെ സംസാരിക്കണം എന്ന് മാത്രമല്ല, സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം? ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, പ്രതീക്ഷയോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. ഇയാൾ ഏതായാലും നന്നാവില്ല, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോരുക, അങ്ങനെയല്ല പോകേണ്ടത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, ഇയാൾ കാര്യം ഉൾക്കൊള്ളുകയും യഖ്ശ, ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തേക്കാം. നോക്കുകൾ കൊടുക്കുന്നത് വലിയ പാഠമുണ്ട്, ഇതിൽ വലിയ പാഠങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ പലരോടും സംസാരിക്കുന്ന സമയത്ത് തട്ടിക്കയറും. സ്വന്തം മക്കളോട് എങ്ങനെ സംസാരിക്കുക? നമ്മൾ ചെറിയ കുരുത്തക്കട ഉണ്ടാവുള്ളൂ, പക്ഷെ സ്വന്തം മക്കളോട് എങ്ങനെയാണ് സംസാരിക്കുക? അല്ലാഹു പറയാ, ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, തട്ടിക്കയറി സംസാരിക്കാൻ നിൽക്കരുത്. ഇയൊന്നും നേരാവൂലടോ, എനിക്ക് വേണേ പോ, അങ്ങനൊന്നുമല്ല. ഖൗലൻ ലയ്യിന, വളരെ മൃദുവായിട്ട് സൗമ്യതയോടുകൂടെ സംസാരിക്കുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, മാത്രമല്ല സംസാരിക്കുമോ നമ്മുടെ എങ്ങനെയാണ്, നമ്മുടെ ഒരു മനോഭാവം എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? ഒരുപക്ഷെ ഇയാൾ നന്നയേക്കാം, നേരാവൂല എന്നല്ല. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. എന്നിട്ട് പറയാണ്, ഇത് പറഞ്ഞപ്പോൾ ഇതിന് സൂറത്ത് വേറെ സ്ഥലത്തും പറയുന്നത്, ഇത് പിന്നെ അല്ലാഹു പിന്നെ പറയുന്നുണ്ട് എങ്ങനെ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന. ആളുകൾക്ക് എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം? ബിൽ ഹിക്മ, ഒന്ന് ഹിക്മത്ത് ഉണ്ടാവണം. ഹിക്മത്തോടുകൂടെ, തന്ത്രത്തോടുകൂടെ പറയേണ്ടത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഏത് സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ടേ പറയാം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സമയം സന്ദർഭം ഒക്കെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. പറയുന്ന കാര്യത്തിൽ മാത്രമല്ല ഹിക്മത്ത്. എപ്പോഴാണ് പറഞ്ഞാലാണ് മൂപ്പർക്ക് സാധ്യത ഉള്ളത്, ഏത് സമയത്ത് എവിടെ വെച്ചായിരിക്കാം പറയുക, വീട്ടിലേക്കോ ആണോ പോകേണ്ടത്, ഓഫീസിലേക്കാണോ പോകേണ്ടത്, അല്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ടാണോ പറയേണ്ടത്, എപ്പോഴും ചെന്നാലാണ് കാണാൻ പറ്റും നല്ലൊരു അവസ്ഥ. ഹിക്മത്ത് വേണം. മാത്രമല്ല ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന, ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുക. എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു ഇവരോട് പറഞ്ഞത് അങ്ങനെ പോയിട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ പ്രതികരണം എന്താ നോക്ക്. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. രണ്ടുപേരും പറയാണ്. ഖാല എന്ന് പറഞ്ഞാൽ മൂസാ നബിയും ഹാറൂനും രണ്ട് പേരും പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നനാ നഖാഫു, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട്. ഇന്നന നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു. അൻ യഫ്റുത അലൈന, ഫറത്ത യഫ്റുത്ത് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ആക്ട് ചെയ്യുന്നതിനാ പറയാം, പെട്ടെന്ന് എടുത്തു ചാടും, കടന്നാക്രമിക്കും എന്നൊക്കെ പറയാം. അൻ യഫ്റുത അലൈന, ഞങ്ങളുടെ നേരെ ഇവൻ കടന്നാക്രമിക്കും, എടുത്തു ചാടുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അത് പേടിയല്ല, ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പം ഈ പോകുന്ന ആളുകൾ ഒന്ന് നേരത്തെ പറഞ്ഞോള് ബനു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവരുണ്ടാവും എന്ന് പറഞ്ഞാൽ ഫിറൗന് തീരെ വില കൽപ്പിക്കാത്ത സമുദായമാണത്. അവരെ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമുദായ, ഏഴകളാക്കിയിട്ട് തള്ളി മാറ്റിയതാ. അവരാണ് ചെന്ന് പറയാൻ പോകുന്നത്, ഏറ്റവും സുന്ദരമായ വാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. മാത്രമല്ല മൂസാ നബി അവിടെ നിന്ന് വേറൊരു പ്രശ്നത്തിന് അപ്പോൾ ബേജാറുണ്ട് പല രൂപത്തിൽ. ഫഖൂല, അവർ പറഞ്ഞു, ഖാല റബ്ബന ഇന്നന നഖാഫു അൻ യഫ്റുത അലൈന, ഇയാൾ ഞങ്ങളുടെ മേൽ കടന്ന് ആക്രമിക്കും, ഞങ്ങളുടെ മേൽ ചാടി വീഴുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഔ അൻ യത്ഗാ, അതല്ലെങ്കിൽ ത്വഗാ, അതിക്രമം ഇവൻ പ്രവർത്തിക്കും, അതിക്രമം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞു. അള്ളാഹു എന്താ മറുപടി കൊടുക്കും നോക്ക്. ഖാല ലാ തഖാഫാ, പേടിക്കരുത്. ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടില്ല. ലാ തഖഫ് എന്നല്ല, ലാ തഖാഫ, രണ്ടുപേരുള്ളതുകൊണ്ടാ. ലാ തഖാഫ, നിങ്ങൾ ഭയപ്പെടരുത്. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. എന്താ പറഞ്ഞറിയോ? ഇന്നനി, നിശ്ചയമായും ഞാൻ, മഅകുമാ, നിങ്ങൾ രണ്ടുപേരോടും ഒപ്പമുണ്ടായിരിക്കും. ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. അസ്മഉ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നു, വ അറാ, ഞാൻ കാണുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, കേട്ടും കണ്ടും. എന്താ പറഞ്ഞത്? മൂസാ നബിയോട് പറയാ, ഇതിനേക്കാൾ വലിയ ആശ്വാസം വേറെ ഇല്ല. നിങ്ങൾ പോവുക ഈ ദൗത്യവുമായിട്ട്, അവൻ്റെ അടുത്ത് തന്നെ പോകണം. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ അവരോട് സംസാരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്നനി മഅകുമ അസ്മഉ വ അറാ. അസ്മഉ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നു, വ അറാ, ഞാൻ കാണുന്നു. ഞാനാൽ നിങ്ങൾ പറയുന്നതും അവനെന്താ പറയുന്നത് ഒക്കെ കണ്ടും കേട്ടും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. പ്രപഞ്ചനാഥനാ പറയുന്നത്, പിന്നെ വേറൊന്നും വേണ്ടല്ലോ.
ഇന്നനി മഅകുമ അസ്മഉ വ അറ. ഇതാണ് അള്ളാഹു ആണ് ദൗത്യം ഏൽപ്പിക്കുന്നത്. ധൈര്യമായിട്ട് ചെയ്യണം. പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യമുണ്ട്. നമ്മളിത് കേട്ടുപോലല്ല. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്താ പറയുക? ഈ വിശുദ്ധ ഖുർആന്റെ സന്ദേശം ലോകത്തിന് പറഞ്ഞു കൊടുക്കണമെന്നാ. നമ്മൾ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? പറഞ്ഞു കൊടുക്കുക. എനിക്ക് അറിയില്ല, ബേജാറാണ്, എന്താവും, മറ്റൊന്ത്, ഒന്നുമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സത്യത്തിൻ്റെ വഴിയിൽ നിങ്ങൾ തിരിക്കാൻ സന്നദ്ധരാണെങ്കിൽ പടച്ച റബ്ബ് ഒന്നും പേടിക്കാനില്ല. എന്താക്കാൻ നിങ്ങൾ കൊന്നുകളയോ? ഒന്നും ബേജാറാണ്. ആ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ഇന്നനി മഅകുമ അസ്മഉ വ അറ. നിങ്ങളുടെ മേൽ ചാടി വീഴുന്നൊന്നും ബേജാറാവണ്ട. ലാ തഖാഫ, പേടിക്കരുത്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഒപ്പമുണ്ട്. ഇന്നനി മഅകുമ അസ്മഉ വ അറ. സാധാരണ പലരും പറയാണ്ട് നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും, എന്തു വന്നാലും എന്നെ വിളിച്ചോളി നോക്കെ. ആ ജാതി വർത്താനൊന്നും അല്ലത്. ഇന്നനി മഅകുമ അസ്മഉ വ അറ. ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാം കണ്ടും കേട്ടും കൂടെയുണ്ട് എന്നാണ്. ഇതിനേക്കാൾ അപ്പുറം വേറൊന്നും വേണ്ട. പ്രപഞ്ചനാഥൻ കൂടെയുണ്ട്. ഈ വലിയ ധിക്കാരിയായ ഫിർഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്നിട്ട് പറയാണ്, ഫഅ്തിയാഹു ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക് ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ വലാ തുഅദ്ദിബ്ഹും ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക് വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ. വീണ്ടും അള്ളാഹു ഇവർ രണ്ടുപേരോടും പറയുകയാണ്, അതുകൊണ്ട് അതിനാൽ ഇഅ്തിയാഹു, നിങ്ങൾ അവനെ സമീപിക്കണം. ഇഅ്തിയാഹ്, അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഫഖൂല, എന്നിട്ട് രണ്ടുപേരും പറയുക. എന്താ പറയേണ്ടത്? ഇന്നാ റസൂല റബ്ബിക്. എന്താ പറയേണ്ടത്? ഫിറൗന്റെ അടുത്ത് നിന്ന് പറയാണ്, ഇന്നാ റസൂല റബ്ബിക്, ഞങ്ങൾ രണ്ടുപേരും നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. ഫിറൗനോട് പറയേണ്ടത് ഞങ്ങളെ രണ്ടുപേരെ അള്ളാഹു അയച്ചാന്നൊന്നുമല്ല പറയുന്നത്. ഇന്നാ റസൂല റബ്ബിക്, ഞങ്ങൾ രണ്ടുപേരും നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. എന്താ പറഞ്ഞത്? നിന്റെ റബ്ബിൻ്റെ എന്ന് പറയാൻ കാരണം എന്താ? ഫിറൗന്റെ ഒരു അഹംഭാവം എന്താ? അനാ റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ തന്നെ നിങ്ങളെല്ലാവരുടെയും റബ്ബ് ഞാനാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിറൗന്റെ അടുത്ത് നിന്ന് പറയാണ്. അവിടെ ചെന്നിട്ട് പറയാം അള്ളാഹു ഇങ്ങനെ പറയാം അവിടെ പോയിട്ട്, ഇന്നാ റസൂല റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള നിന്റെ റബ്ബിൻ്റെ രണ്ട് ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് പറയുക. കാരണം റബ്ബ് ഈ ഫിറൗന്റെ റബ്ബാണ്, നമ്മുടെ റബ്ബ് എല്ലാവരുടെയും റബ്ബാണ്. ഞങ്ങളുടെ റബ്ബ്, ആ റബ്ബ് തന്നെ നിന്റെയും റബ്ബ്. നിന്റെ റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള രണ്ട് ദൂതന്മാരാണ് ഞങ്ങൾ. ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ. മൂസാ നബിയുടെ സവിശേഷമായൊരു ദൗത്യമാണ് ആ പണി. ഇവരെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കൽ മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം വേറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ബനു ഇസ്രായേൽ, ഇസ്രായേൽ മക്കളുടെ വിമോചനമാണ്. ഫഅർസിൽ, അതുകൊണ്ട് നീ അയക്കണം, മഅന, ഞങ്ങളുടെ കൂടെ, ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ അയക്കണം. അവിടുന്ന് കൊണ്ടുപോവുക, ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. ഫഅർസിൽ മഅന ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ ഞങ്ങളുടെ കൂടെ അയക്കണം. വലാ തുഅദ്ദിബ്ഹും, ഇനി അവരെ ശിക്ഷിക്കരുത്. വലാ തുഅദ്ദിബ്ഹും, അവരെ ശിക്ഷിക്കരുത്, അവരെ പീഡിപ്പിക്കരുത്, അവരെ ഞങ്ങളുടെ കൂടെ അയക്കുക. ഖദ് ജിനാക ബിആയത്തിൻ മിർ റബ്ബിക്, ഞങ്ങൾ വെറുതെ വന്നതല്ല. ഖദ് ജിനാക, നിന്റെ അടുത്ത് ഞങ്ങൾ വന്നത്, ബി ആയത്തിൻ മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള ആയത്തുമായിട്ടാണ്, തെളിവുമായിട്ടാണ് വന്നത്. ആയത്തുകൾക്ക് അള്ളാഹു ഇവർക്ക് കൊടുത്തിട്ടുണ്ട് നേരത്തെ, തെളിവുമായിട്ടാണ് വന്നത്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, അതുകൊണ്ട് വസ്സലാം, സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അലാ മൻ ഇത്തബഅൽ ഹുദാ, ആർക്ക്? മൻ ഇത്തബഅൽ ഹുദാ, ഹുദ, സന്മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവും. വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഹുദയുമായിട്ടാണ് ചെല്ലുന്നത്, സന്മാർഗവുമായിട്ട് ചെല്ലുകയാണ്. അവിടെ ഫിറൗന്റെ അടുത്ത് നിന്ന് പറയാണ്, ഇന്നാ റസൂല റബ്ബിക്, പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാം. അവിടെ എത്തിയിട്ടുള്ള സംഭാഷണം അടുത്തേക്ക് നമ്മൾ പറയും. അവിടെ ഇങ്ങനെ പോയിട്ട് അവരോട് പറയുക, ഫിറൗന്റെ അടുത്ത് എന്നിട്ട് പറയുക. എന്താ പറയേണ്ടത്? ഇന്നാ റസൂല റബ്ബിക്, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ ദൂതന്മാരാണ്. അതുകൊണ്ട് ഫഅർസിൽ മഅന ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലരെ ഞങ്ങളുടെ കൂടെ അയച്ചു തരണം. ഫഅർസിൽ മഅന ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബ്ഹും, അവരിനി ശിക്ഷിക്കരുത്. അവർ ശിക്ഷിക്കുക പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഫിറൗൻ അവരോട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പിന്നെ അവരുടെ സ്ത്രീകളെ വളരെ മോശമായ രൂപത്തിൽ ട്രീറ്റ് ചെയ്യുന്നു.
അവരുടെ പുരുഷന്മാരെ മുഴുവൻ വധിച്ചു കളയുന്നു. യഖ്തുലൂന അബ്നാഅഹും, അവരുടെ ആൺകുട്ടികളെ മുഴുവൻ വധിച്ചു കളയുന്നു. സ്ത്രീകളെ മുഴുവൻ വെപ്പാട്ടികളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വല തുഅദിബുഹും, അവർ ശിക്ഷിക്കരുത്. ഖദ് ജിനാക ബി ആയത്തിൻ മിർ റബ്ബിക്, നിന്റെ അടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ആയത്തുമായിട്ടാണ്, തെളിവുമായിട്ടാണ്, ദൃഷ്ടാന്തവുമായിട്ടാണ്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, ആരാണോ സന്മാർഗം പിൻപറ്റിയത് അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് ശാന്തിയുണ്ട്. നീ സമാധാനം പിൻപറ്റിയാൽ നിനക്ക് സലാം ഉണ്ടാവും. വസ്സലാമു അല മനിത്തബഅൽ ഹുദ, ഒരു തത്വമാണത്. വസ്സലാമു അല മനിത്തബഅൽ ഹുദ. അല്ല വർഗം അനുസരിച്ച് കോപ്റ്റിക് ആണോ സമാധാനമുണ്ട്, ബനി ഇസ്രായേലി ആണോ സമാധാനമുണ്ട് എന്നൊന്നുമല്ല. വസ്സലാമു അല മനിത്തബഅൽ ഹുദ, അതാണ്. ഈ ഹുദ പിൻപറ്റുന്നത് ആരാണോ, അവൻ കറുത്തവനോ വെളുത്തവനോ കിബ്തിയോ ബനി ഇസ്രായേലോ എന്തോ ആയിക്കോട്ടെ, അത് പിൻപറ്റിയാൽ വസ്സലാമു അല മനിത്തബഅൽ ഹുദ, അവൻ്റെ മേൽ സംരക്ഷണമുണ്ട്, സമാധാനമുണ്ട്, ശാന്തിയുണ്ട്. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ലാ, തീർച്ചയായിട്ടും ഇന്നാ ഖദ് ഊഹിയ ഇലൈന, ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഇവരോട് പറയാ മൂസാ നബിയും ഹാറൂനും ചെന്നിട്ട് ഫിറൗൻ്റെ അടുത്ത് എന്താ പറയേണ്ടതെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ എത്തിയിട്ടില്ല, അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിന് കൂടെ ഇതും കൂടി പറയുക, ഇന്ന ഖദ് ഊഹിയ ഇലൈന, ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താ? അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. കണ്ടോ, എത്ര വളരെ തന്ത്രപരമായിട്ടാണ് ആ പ്രബോധനം നടത്തുന്നത്. അന്നൽ അദാബ്, തീർച്ചയായിട്ടും ശിക്ഷ, അദാബ് എന്ന് പറയുന്ന ആർക്കാണ്? അലാ മൻ കദ്ദബ വതവല്ല. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കുക, നിഷേധിക്കുക. തവല്ല, പിന്തിരിയുക. ആർക്കാ അദാബ് ഉണ്ടാവുക? നിനക്ക് അദാബ് ഉണ്ടാവും എന്ന് പറയല്ല, അങ്ങനെ പറഞ്ഞാൽ പോയില്ലേ കാര്യം. ഒരു തിയറി പറയാണ്. ആ തിയറി ഇങ്ങനെയാണ്, അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല. കദ്ദബ, ഈ പറയുന്ന സത്യങ്ങളെ, ഈ ആയത്തുകളെ കളവാക്കുകയും വതവല്ല, പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതാരോ അവർക്ക് നാശമുണ്ട്, അവർക്ക് ആണ് ശിക്ഷ എന്ന് ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. അതൊരു മാന്യമായ സംസാരമാണല്ലോ. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ഒരു നിങ്ങളൊന്നും നേരാവില്ല, നരകത്തിൻ്റെ ആൾക്കാർ, ചില ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് കുറേ ആൾക്കാരെ നരകത്തിലാക്കാൻ, വേറെ കുറേ ആൾക്കാരെ സ്വർഗത്തിലാക്കാനൊക്കെ ഭയങ്കര ആവേശം. ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോളൂ, നിങ്ങളൊന്നും പോരില്ല, നിങ്ങളൊക്കെ നരകത്തിൻ്റെ ആൾക്കാരെന്നൊക്കെ പറയും. ഇവിടെ നേർക്കുനേരെ ഫിറൗൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റി വാർത്ത. പക്ഷേ പറഞ്ഞെന്താ നോക്ക്, ആദ്യം പറഞ്ഞു വസ്സലാമു അല മനിത്തബഅൽ ഹുദ, സമാധാനം, സുരക്ഷിതത്വം, ശാന്തി എന്നൊക്കെ പറയുന്നത് ആർക്കുള്ളതാ? അതൊരു വർഗത്തിനല്ല. അലാ മനിത്തബഅൽ ഹുദ, ഹുദ പിൻപറ്റിയ, നേർവഴി പിൻപറ്റിയ ആളുകൾക്കൊക്കെയാണ് സമാധാനം. അതുപോലെ അന്നൽ അദാബ് അലാ മൻ കദ്ദബ വതവല്ല, അദാബ് ആർക്കാണ്? സമാധാനമല്ല, അദാബ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ ശിക്ഷ. ആ ശിക്ഷ ആർക്കാണ്? അലാ മൻ കദ്ദബ വതവല്ല, കളവാക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവരാരാണോ അവർക്കാണുള്ളത്. അത് പറയുമ്പോൾ വളരെ തന്ത്രപരമാണ്. ഫിറൗന് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാനത് തള്ളിക്കളഞ്ഞാൽ എനിക്കായിരിക്കും ശിക്ഷ, അംഗീകരിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്, അയാൾക്ക് മനസ്സിലാക്കാം, ആർക്കും മനസ്സിലാക്കാം. അതാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ പ്രബോധനം. ഈ രൂപത്തിൽ അവിടെ സംസാരിക്കണം എന്നാണ് പറഞ്ഞ് ഇവരെ തട്ടുന്നത്. ഇവർ ഫിറൗൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് സംസാരിക്കുന്നതും ഫിറൗൻ്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കേൾക്കാം. ഇന്നിപ്പോൾ നമ്മളെടുത്തത് 40 മുതൽ 48 വരെയുള്ള ആയത്തുകളാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക. ഫിറൗന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞു. നേരത്തെ പറഞ്ഞതിന് തുടർച്ചയാണ്. അതിലൊന്ന്, മാതാവിൻ്റെ, സ്വന്തം മാതാവിൻ്റെ അടുത്തേക്ക് തന്നെ മടക്കി കൊടുത്തല്ലോ, വലിയൊരു നിഅമത്താ. ബനൂ ഇസ്രായേൽ ജനിക്കുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുന്ന കാലത്ത് സ്വന്തം മാതാവിൻ്റെ മടിത്തട്ടിൽ രാജകീയ സംരക്ഷണയിൽ വളരാൻ ഇടം ലഭിച്ച വല്ലാത്ത അനുഗ്രഹമാണ്. അതിന് സ്വന്തം മകനെ പോറ്റുന്നതിന് കൂലി കൊടുക്കുക കൊട്ടാരത്തുനിന്ന്. ഇത്ര വലിയ അനുഗ്രഹം ആർക്കാണ്? അങ്ങനെ കൊട്ടാരത്തിൽ വളർന്നിട്ട് ഒരു കൊലപാതകത്തിൽ അദ്ദേഹം പ്രതിയാവുന്നുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ചതാ. എന്നിട്ട് അള്ളാഹു അവിടുന്ന് രക്ഷപ്പെടുത്തുന്നു അദ്ദേഹത്തെ. ആ പാപങ്ങൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ വലിയൊരു പരീക്ഷണം, ഫതന്നാക ഫുതൂന. എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും കൂടി വളർന്ന അദ്ദേഹം, ആ യുവാവ് പിന്നീട് പോകുന്നത് ആട് മേയ്ക്കാനാണ്. 8-10 വർഷത്തോളം അവിടെ മദീനയിൽ പോയിട്ട് ജോലി ചെയ്യുന്നു.
അതിനുശേഷം ഇതാ താങ്കൾ ഭാര്യയൊക്കെ കൂട്ടി വരികയാണല്ലോ, അല ഖദരിയ മൂസ എന്ന് ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് പോവേണ്ടത് ദൗത്യം നിർവഹിക്കാനുള്ളതാണ്, ഫിറൗൻ്റെ അടുത്തേക്ക് പോവുക. അയാൾ അതിക്രമകാരിയാണ്, പക്ഷേ നിങ്ങൾ അവിടെ പോയിട്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കണം. പ്രബോധകൻ്റെ ഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. ഒരു ആൾ വളരെ മോശമായ രൂപത്തിൽ നടക്കുന്ന സമയത്ത് അയാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? കയർത്ത് സംസാരിക്കുകയല്ല, മറിച്ച് ഗുണകാംക്ഷയോടുകൂടി പെരുമാറാൻ കഴിയണം. മാത്രമല്ല അയാൾ നന്നാവും, ശരിയായി തീരുമെന്ന് പ്രതീക്ഷ വേണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, നേരാവില്ല എന്ന് വിചാരിച്ച് സംസാരിക്കരുത്. വലിയ പാഠങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്, പ്രബോധകരെ സംബന്ധിച്ച് വലിയ പാഠങ്ങൾ. ഒരിക്കലും ആളെ അവമതിക്കുന്ന രൂപത്തിൽ സംസാരിക്കരുത്. എന്നിട്ട് അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കുക. പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നാശം ഉണ്ടാവുന്നൊന്നുമല്ല, നിന്റെ റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള ദൂതന്മാരാണ് ഞങ്ങൾ. ആരാണോ ഈ വഴി പിൻപറ്റുന്നത്, സന്മാർഗം പിൻപറ്റുന്നത്, അവർക്ക് രക്ഷയുണ്ട്. ആരാണോ ഇതിനെ തള്ളിക്കളയുന്നത് അവർക്ക് ശിക്ഷയുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് വഹി നൽകപ്പെട്ടത് എന്നുള്ള കാര്യം അവരോട് പറയും. നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടെന്നൊന്നുമല്ല, ഇതിനെ പിൻപറ്റിയില്ലെങ്കിൽ അവർക്ക് ശിക്ഷ ഉണ്ടാവും. ആരാണെങ്കിലും, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ. ആരാണോ ഇതിനെ തള്ളിക്കളയുന്നത് അവർക്ക് ശിക്ഷയുണ്ട് എന്നുകൂടിയാണ് അവിടെ പറഞ്ഞു വെച്ചത്. കുറേ പാഠങ്ങളുള്ള ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കാൻ നമ്മെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പല തരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട്. പെട്ടെന്ന് നല്ല ആരോഗ്യമുള്ള ചില ചെറുപ്പക്കാർ വളരെ പെട്ടെന്ന് രോഗത്തിന് വഴിപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയാണ്. റഹ്മാൻ റബ്ബേ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, എല്ലാ തരത്തിൽപ്പെട്ട രോഗം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം വലിയൊരു നിഅമത്താണ്. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ അല്ലാ. അള്ളാഹുവെ, സ്വാലിഹികളായ സന്താനങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവെ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. അള്ളാഹുവെ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. നിൻ്റെ അദാബ് താങ്ങാൻ കഴിയില്ല റഹ്മാൻ റബ്ബേ. നിൻ്റെ അദാബുകളിൽ നിന്ന്, ഈ ലോകത്തും പരലോകത്തുമുള്ള എല്ലാ അദാബുകളിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മോചനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, നിന്നിലേക്ക് യാത്രയായ കുറേ ആളുകളുണ്ട്. ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇണകൾ, മക്കളൊക്കെ ഉണ്ട്. പടച്ച റബ്ബേ, അവർക്കൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. അള്ളാഹു, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവർ നീ സന്തോഷിപ്പിക്കണമേ അല്ലാ. അള്ളാഹുവെ, അവരുടെ എല്ലാ തെറ്റുകളും നീ, ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറേ ആളുകൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ വിളിക്കുത്തരം നൽകിയിട്ട് പരിശുദ്ധ ഹറമിലെത്തിയിട്ടുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കെല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടെ മബ്രൂറായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാൻ, ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുവാൻ നീ അവരെ തുണക്കണമേ നാഥ. അവരുടെ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ നാഥ. അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് കൂടെ നീ ഇടം നൽകി അനുഗ്രഹിക്കണമേ നാഥ. പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവെ, കാരുണ്യവാന റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ ജനിച്ച മണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. അവർക്ക് നീ സബർ ചൊരിയണമേ അള്ളാഹുവേ. കാരുണ്യവാന റബ്ബേ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അള്ളാഹുവെ, അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമേ അള്ളാഹുവേ. അള്ളാഹുവെ, റഹ്മാൻ റബ്ബേ, അവരുടെ കൂട്ടത്തിൽ നിന്നും നീ നിന്നിലേക്ക് തിരിച്ചു വിളിച്ച രക്തസാക്ഷികളായ ആളുകൾക്ക് സ്വർഗത്തിലെ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.